തഥാസ്ഥിത യഥാ സ്വപ്നെ ഭവതാം സ്വപ്നമാനവാഹ. മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങളിലെ വ്യക്തികളെ പോലെയാണ് ഈ മനുഷ്യരെല്ലാവരും. അതായത് സ്വപ്നത്തിൽ കാണപ്പെടുന്ന ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നത് പോലെ എന്നർത്ഥം. നമ്മുടെ ജാഗ്രത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സ്വപ്നമാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അപ്പോൾ ഇമേ വയം ഘാത്മാനഃ ദേഹാദിമൂർത്തതാ ശൂന്യാഹ ചിദാത്മാനയേവ. നമ്മളൊക്കെ ദേഹവിലക്ഷണമായ ആത്മാവാണ്. സ്ഥൂല ശരീരവും ഇല്ല, സൂക്ഷ്മ ശരീരവുമില്ല, കാരണ ശരീരവും ഇല്ല. നമുക്ക് ശരീരമേ ഇല്ല. ശരീരം എന്നുള്ളത് മായയുടെ സൃഷ്ടിയാണ്, അഥവാ സങ്കല്പം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ്. അതിൽ അല്പം പോലും വാസ്തവികതയില്ല. നമ്മളൊക്കെ ശുദ്ധചിത്താണ്. ഏവം ജനാ അപി ഘാത്മകായേവ. നമ്മുടെ ഈ സഭയിലിരിക്കുന്നവരും സഭയ്ക്ക് പുറത്തുള്ള ഈ അയോധ്യാവാസികളും നമ്മളൊക്കെ ശൂന്യസ്വരൂപികളാണ്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മസ്വരൂപികൾ. അതിസൂക്ഷ്മമായ ബോധമാണ് നമ്മുടെ വാസ്തവ സ്വരൂപം. തഥാപി സ്വപ്നെ യഥാ ഭവതാം സ്വപ്നമാനവാഹ സ്ഥിതാഹ തഥാ അസ്മത് കൽപ്പനയൈവ സ്ഥിത ഇത്യർത്ഥഃ. സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യർ അവർ നമ്മുടെ സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ യഥാർത്ഥത്തിൽ ആളുകളില്ല. അതുപോലെ ഈ ജനങ്ങളും ഈ ഞാനെന്നുള്ളത് പോലും ഒരു സങ്കല്പമാണ്. ഞാനെന്നുള്ള സങ്കല്പം കാരണമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളും. ഒന്നിനും ഒരു വാസ്തവികതയുമില്ല. ഇത് ഭ്രമമാണ് എന്ന് അറിയുക മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ വഴി. ഒറ്റ വഴി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. തസ്മാന്ന ജായതേ കിഞ്ചിത് വിശ്വം നാപി ച വിദ്യതേ ഇത്തം ചിന്നഭയേവാച്ഛം പ്രകചത്യാത്മനാത്മനി. അതുകൊണ്ട് രാമ, ഇവിടെ ഒന്നും പുതിയതായി ജനിക്കുന്നില്ല. ഈ പ്രപഞ്ചം എന്നൊന്ന് ഇവിടെ ഇല്ല. പ്രപഞ്ചം എന്നൊന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുകയും അങ്ങനെ കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വ്യവഹാരമെല്ലാം പ്രപഞ്ചത്തിന് സത്യത്വം നൽകിയിട്ടാണ്. പക്ഷെ ഇങ്ങനെയൊന്നില്ല. ഇങ്ങനെയൊന്നില്ല എന്ന് പറയുമ്പോൾ ആ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെ അജ്ഞാനികളെപ്പോലെ ജീവിക്കും ഈ ലോകത്തിൽ? ചിലർ വിവേകാനന്ദ സ്വാമികളെ പരിഹസിക്കും. ICS റാങ്കോട് കൂടി പാസ്സായതാണ് വിവേകാനന്ദ സ്വാമികൾ. ICS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്നത്തെ IAS സമാനമായ ഒരു പരീക്ഷയാണ് ICS എന്ന് പറയുന്നത്. അദ്ദേഹം ആ ടെസ്റ്റ് പാസ്സായി അവസാനം ഉദ്യോഗത്തിന് ഓർഡർ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. മണ്ടൻ, ജീവിക്കാൻ അറിയാത്തവൻ. വിവേകാനന്ദ സ്വാമികൾ ജീവിക്കാൻ അറിയാത്തവനാണെങ്കിൽ പിന്നെ ആരാണ് ജീവിക്കാൻ അറിയുന്നവർ? നിങ്ങൾ പറയൂ. അപാരമായ വ്യക്തിത്വം, അസാമാന്യമായ ബുദ്ധി. അതെ, ഭാരതത്തിൻ്റെ യശസ് ലോകത്തിന് മുഴുവൻ അറിയിച്ചു കൊടുത്ത ഒരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവന പോലും ചെയ്യാൻ പറ്റില്ല. ഈ അതിബുദ്ധിമാന്മാരൊക്കെ അല്പായുസിൽ മരിച്ചുപോയ ആൾക്കാരാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ശങ്കരാചാര്യ സ്വാമികൾ 32 33 വിവേകാനന്ദ സ്വാമികൾ ഏതാണ്ട് ആ പ്രായത്തിൽ തന്നെ. എന്നാലും ഇനിയിപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ മോശക്കാരാണ്, വയസ്സായ ആൾക്കാർ ജ്ഞാനികൾ, അവർ മോശക്കാരാണ് എന്നല്ല. പക്ഷെ ശ്രേഷ്ഠമായത്, ഉത്തുംഗമായത്, മഹത്തരമായത് അതിനെ പ്രകൃതി അധികകാലം വെച്ച് ഉറപ്പിക്കത്തില്ല എന്ന്. ഇതാണ് പ്രകൃതി നിയമം. അതിശ്രേഷ്ഠമായത്, ജീനിയസ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അങ്ങനെ ശ്രേഷ്ഠമായതിനെ ഈ കാലം ധാരാളം കൊല്ലം ഈ ഭൂമുഖത്ത് വച്ചു പൊറുപ്പിക്കില്ല. അതൊക്കെ വന്നിട്ട് അപ്പം തന്നെ അതായത് ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്ഥലം വിടണം. പിന്നെ അവിടെ ചുറ്റിപ്പറ്റി അവിടെ തിരിയരുത്. ഒരു മനുഷ്യന് ആത്മജ്ഞാനം നേടാൻ 12 വർഷം മതി എന്നാണ് നേരാംവണ്ണം തത്വവിചാരം ചെയ്യുന്നെങ്കിൽ. ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് 12 വർഷം കൊണ്ടൊന്നും വാസന തീരില്ല എന്നുള്ളതൊക്കെ ശരി.
പല ജന്മങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. എന്നാലും തത്വവിചാരം ചെയ്ത് ഈ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന ഉറപ്പ് നേടാൻ 12 വർഷത്തെ സാധന തന്നെ ധാരാളം. ബാക്കിയുള്ളതോ ഒരാൾ 85-90 വയസ്സ് പോട്ടെ, 20 വയസ്സിലാണ് അയാൾ വേദാന്തം ശ്രവിക്കാൻ തുടങ്ങുന്നത്. തത്വശ്രവണം അയാൾ ആരംഭിക്കുന്നത് അയാളുടെ 20ാമത്തെ വയസ്സിലാണെന്ന് വിചാരിക്കുക. 32 വയസ്സിൽ ആ മോക്ഷം നേടണം. ആത്മജ്ഞാനം നേടി പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യം മനസ്സിലാവണം. മരിച്ചു പോകണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ശരീരത്തിൻ്റെ പ്രാരബ്ധം തീർന്നാലേ ശരീരം നിലം പതിക്കുകയുള്ളൂ. പക്ഷേ ഈ ആത്മാവാണ് ഞാൻ എന്ന സത്യം മനസ്സിലാക്കാൻ, ആ ഒരു ഉറപ്പ് നേടാൻ 12 കൊല്ലം ധാരാളം. ഇപ്പോൾ 80, 90, 100 വർഷം ഇവിടെ ജീവിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ എന്തിനു വന്നു, എന്തിനു ജീവിച്ചു, എങ്ങോട്ട് പോകുന്നു, ഇതൊന്നും അറിയാതെ മരിച്ചു പോകുന്നവർ, അവരെക്കുറിച്ച് അവരോട് സഹതാപമാണ് നമുക്കും വേദാന്തികൾക്കും തോന്നുക. അപ്പം അങ്ങനെ ഒരു അതിദയനീയമായ അവസ്ഥയിലാണ് മനുഷ്യർ കഴിയുന്നത്. രാമ, ഇവിടെ ഒന്നും യഥാർത്ഥത്തിൽ ജനിക്കുന്നില്ല. ഈ പ്രപഞ്ചം എന്ന ഒന്ന് തന്നെ ഇവിടെ ഇല്ല. ഇത്തം ചിന്നഭയേവാച്ഛം പ്രഗജത്യാത്മനാത്മനി. ഇങ്ങനെ സ്വച്ഛമായ നിർമ്മലമായ ചിതാകാശം അതിൽ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. വേറെ എവിടെയെങ്കിലും പ്രകാശിക്കാൻ പറ്റില്ല, കാരണം ചിത്തല്ലാതെ മറ്റൊന്നുമില്ല. ചിത്തിൽ ആകാശം എന്ന സങ്കല്പം പോലും യോജിക്കുകയില്ല. അതുകൊണ്ട് ചിത്തിൽ തന്നെ ചിത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം എന്നുള്ള വീക്ഷണം അജ്ഞാനികളുടേതാണ്. അവരുടെ ഉള്ളിലെ അജ്ഞാനം നശിപ്പിക്കപ്പെട്ടാൽ ഈ പ്രപഞ്ചം തന്നെ ബ്രഹ്മഭാവം കൈക്കൊള്ളും. ബ്രഹ്മമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന സത്യം തിരിച്ചറിയാറാകും. ഇത്തം സർവോപപത്തേഹേ ബ്രഹ്മാദ്വൈത സിദ്ധാന്തോ നിഷ്പ്രത്യൂഹ ഇത്യാഹ. ഇങ്ങനെ യുക്തിചിന്ത ചെയ്യുമ്പോൾ അദ്വൈത ബ്രഹ്മം മാത്രമാണ് അന്തിമമായ സത്യം എന്ന തീരുമാനത്തിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയും. വിശ്വാകാശം ചിദാകാശേ വിശ്വവിശ്രാന്തിമാഗതം സ്പന്ദോ ദ്രവത്വം ശൂന്യത്വം അനിലേംഭസിഖേ യഥാ. വിശ്വാകാശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ഈ ആകാശം. ആകാശത്തിലാണ് നവഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹങ്ങളും ഈ അനന്തമായ ശൂന്യാകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വിശ്വാകാശം, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭൂതാകാശം എന്നർത്ഥം. ഈ ഭൂതാകാശത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ചിദാകാശമാണ്. ചിദാകാശത്തിൽ ആണ് ഭൂതാകാശം നിലനിൽക്കുന്നത്. വിശ്വവിശ്രാന്തിമാഗതം. ഈ ചിത്താകട്ടെ അസ്പന്ദമാണ്, ചലിക്കാത്ത, അനങ്ങാത്തതാണ്. നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലെ സകല ചലനങ്ങളും നിലയ്ക്കും. കാരണം ആത്മാവ് നിശ്ചലമാണ്. പരിപൂർണമായ നിശ്ചലാവസ്ഥയാണ് ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ആനന്ദത്തിൻ്റെ ഘനീഭവിച്ച രൂപമാണ്. മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ നിശ്ചലത തന്നെയാണ് ആനന്ദം അല്ലെങ്കിൽ സുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിൻ്റെ ചലനം അല്ലെങ്കിൽ അസ്വസ്ഥത, ഇളക്കം, അത് തന്നെയാണ് ദുഃഖം എന്ന പേരിലും അറിയപ്പെടുന്നത്. അതുകൊണ്ട് രാമ, ഇവിടെ ചിദാകാശം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അത് അനക്കമില്ലാത്തതാണ്, പാറ പോലെ ഉറച്ചതാണ്, സാന്ദ്രവും ഗംഭീരവുമായ ആകാശമാണ് ഈ ചിദാകാശം. ആകാശം എന്നതുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മതയെയാണ് ഉദ്ദേശിക്കുന്നത്. ആകാശത്തെക്കാളും സൂക്ഷ്മമാണ് ചിദാകാശം. സ്പന്ദോ ദ്രവത്വം ശൂന്യത്വം അനിലേംഭസിഖേ യഥ. ഈ ആത്മാവിൻ്റെ സ്വരൂപം തന്നെ നിശ്ചലതയാണ്. ഏതുപോലെ? സ്പന്ദം എന്ന് പറഞ്ഞാൽ ചലനം, കാറ്റിൻ്റെയും
ദ്രവത്വം ജലത്തിൻ്റെയും ശൂന്യത ആകാശത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് പോലെ ഒരു വസ്തുവിൻ്റെ സ്വരൂപത്തെ അതിൽ നിന്നും അടർത്തിയെടുക്കാൻ സാധ്യമല്ല. ബ്രഹ്മത്തെ ഒന്ന് ചലിപ്പിച്ചു കളയാം എന്ന് കുറേ പേര് ഇറങ്ങിയാൽ അത് സാധ്യമല്ല. നിങ്ങൾ ബ്രഹ്മത്തെ ചലിപ്പിക്കുന്നതിന് മുമ്പ് ഈ ആകാശത്തെ ഒന്ന് ചലിപ്പിച്ചു കാണിക്കൂ. ഒരു 4-5 പേര് ഈ വണ്ടി തള്ളുന്നത് പോലെ, സ്റ്റാർട്ടാകാത്ത വണ്ടി തള്ളുമല്ലോ, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുമല്ലോ. അതുപോലെ ഈ ആകാശത്തെ കുറേ പേര് ചേർന്നൊന്ന് തള്ളിയാൽ അത് ഞങ്ങൾ തള്ളി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തള്ളലായിരിക്കും. ഞങ്ങൾ ആകാശത്തെ തള്ളി നീക്കി എന്ന് പറഞ്ഞാൽ 1-ാം തരം തള്ളൽ. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ തള്ളൽ. അതായത് അവിശ്വസനീയമായ കാര്യങ്ങൾ സത്യമെന്ന പോലെ അവതരിപ്പിക്കുമ്പോൾ അയാളെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാട്ടുണ്ട്. പണ്ട് അടൂർ ബാസി ഒരു സിനിമയിൽ പാടിയതാണ്. തള്ളു 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 പന്നാസു വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പോളി വണ്ടി, ഈ തല്ലിപ്പോളി വണ്ടി. തള്ളു തള്ളു എന്ന് പറഞ്ഞാൽ ചുമ്മാ വായി തോന്നുന്നത് വിടുവായി തരം വിളിച്ചു പറയുക എന്നർത്ഥം. സ്പന്ദോ ദ്രവത്വം ശൂന്യത്വം അനിലേ അംഭസി ഖേ യഥ. സ്പന്ദം കാറ്റിൻ്റെയും ദ്രവത്വം ജലത്തിൻ്റെയും ശൂന്യത ആകാശത്തിൻ്റെയും സ്വരൂപമാണ്. ഇവയെ വിട്ടിട്ട് ഈ തത്വങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെ നിശ്ചലതയെ ഉപേക്ഷിക്കാൻ ആത്മാവിനും കഴിയില്ല. കാരണം അത് അതിൻ്റെ സ്വരൂപമാണ്. ആത്മാവ് ചലിച്ചു എന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാവില്ല. അത് എന്നും ചലിക്കാത്തതാണ്. ആർക്കും അതിനെ ചലിപ്പിക്കാൻ പറ്റില്ല. നിശ്ചലത സ്വരൂപമായിട്ടുള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അനിലാദൗ സ്പന്ദാദി യഥാ അഭിന്നമേവ വിശ്രാന്തി മാഗതം തഥാ ചിദാകാശേ വിശ്വാകാശമപീത്യർത്ഥ. കാറ്റ് തുടങ്ങിയവയിൽ സ്പന്ദം തുടങ്ങിയവ എങ്ങനെ അവയുടെ സ്വരൂപമായി നിലകൊള്ളുന്നുവോ അതുപോലെ സ്വരൂപം മാത്രമല്ല, കാറ്റ് എന്ന് പറയുന്നത് തന്നെ ചലനമാണ്. ചലിക്കാത്ത വായുവിനെ നമ്മൾ വായു എന്നാണ് പറയുന്നത്. വായു ചലിച്ചു തുടങ്ങുമ്പോൾ, വായുവിൽ ചലനം ആരോപിക്കപ്പെടുമ്പോൾ അപ്പോഴാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചലനവും കാറ്റും അഭിന്നങ്ങളാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ അടർത്തിയെടുക്കാൻ സാധ്യമല്ല. അതുപോലെ വിശ്രാന്തിമാഗതം നിശ്ചലമായ ബോധാകാശത്തിലാണ് പഞ്ചഭൂതങ്ങളിൽ അതിസൂക്ഷ്മമായ ആകാശം ഉണ്ടെന്ന് തോന്നുന്നത്. ആ ആകാശവും അതുകൊണ്ടാണ് നിശ്ചലമായി നിൽക്കുന്നത്. കാരണം നിശ്ചലമായ ബോധാകാശം, ചിദാകാശം, അതിൽ നിന്ന് ആദ്യമുണ്ടായ തത്വമാണ്. മായയുടെ ആദ്യത്തെ സൃഷ്ടിയാണ് ഈ ഭൂതാകാശം. ഈ ഭൂതാകാശം കാരണമായിരിക്കുന്ന ചിദാകാശത്തെ പോലെ തന്നെ നിശ്ചലമാവാനേ തരമുള്ളൂ. അതുകൊണ്ടാണ് ഈ ആകാശം ചലിക്കാത്തത്. അതിനുശേഷമുള്ള 4 ഭൂതങ്ങളും ചലിക്കുന്നവയാണ്. വായു ചലിക്കും, ജലം ചലിക്കും, അഗ്നിയും ചലിക്കുന്നതാണ്. അഗ്നി ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ തീ നാളങ്ങളിങ്ങനെ സദാ ചലിച്ചുകൊണ്ടിരിക്കും. ഭൂമി പറയുകയേ വേണ്ട, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാശം മാത്രമാണ് നിശ്ചലമായ ഭൂതം. ദേശാന്തരപ്രാപ്തൗ നിമേഷേണാതിദൂരതഃ സംവിദോ യദ്വപുർമധ്യേ ചിദ്വ്യോംനോ വിദ്ധി തദ്വപുഃ. മഹർഷേ, അങ്ങ് ഈ കാര്യമൊക്കെ പറയുന്നു. ശൂന്യാകാശത്തിനും അധിഷ്ഠാനമായിട്ടുള്ളതാണ് നിശ്ചലമായ ചിദാകാശം. എന്താണ് ഈ സാധനം? ഈ ചിത്ത്, ബോധം, ആത്മാവ്, ബ്രഹ്മം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ വേറെയും പല പേരുകളിലും അറിയപ്പെടുന്ന ഈ ആത്മാവ് എന്താണ്? എങ്ങനെയാണ് ഇതിനെ ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, അനുഭവിക്കാനുള്ള വഴി പറഞ്ഞു തരാം. പക്ഷേ ആ മാർഗം അല്പം കഠിനമായ മാർഗമാണ്. അതിനുള്ള ഒരു ക്ലൂ തരാം. ചില പ്രശ്നോത്തരികളിലൊക്കെ ഒരു ചോദ്യത്തിന് ഒരു കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂവിൻ്റെ അടിസ്ഥാനത്തിൽ
ചോദ്യത്തിന് ശരി ഉത്തരം പറയൂ എന്ന് പറയുന്നത് പോലെ ആത്മാവ് എന്താണ് എന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തിക്കാനോ തീരുമാനിക്കാനോ പറ്റാത്ത ഒന്നാണ് ഈ ആത്മതത്വം. പക്ഷേ ഇതിനെ എങ്ങനെ കണ്ടെത്തും? അതിനുള്ള ഒരു സൂത്രപ്പണി പറഞ്ഞു തരാം. എന്താണ്? ദേശാന്തരപ്രാപ്തൗ നിമേഷേണ അതിദൂരതഃ സംവിദോ യദ് വപുർമധ്യേ ചിദ്വ്യോംനോ വിദ്ധി തദ്വപു. നമ്മൾ മനസ്സിൽ ഓരോന്ന് ചിന്തിക്കാറുണ്ട്. ഒരു സമയത്ത് ഒന്നിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഒരേ സമയത്ത് പല വിഷയങ്ങളെ ചിന്തിക്കാൻ ആർക്കും സാധ്യമല്ല. ഒന്നിനെക്കുറിച്ച് ചിന്തിച്ച് തീർന്നതിന് ശേഷമാണ് മനസ്സ് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കുക. ഇപ്പോൾ ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ആത്മാവിനെ അന്വേഷിക്കേണ്ടത്. രണ്ട് ചിന്തകളുടെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ചിന്താരഹിതമായ തലം. അവിടെ ചിന്തയില്ല, നിശ്ചലവും ശാന്തവുമായ ആത്മതത്വം മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ രണ്ട് ചിന്തകളുടെ ഇടവെളി അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? പെട്ടെന്ന് പറ്റില്ല. അതിനാദ്യം ചെയ്യേണ്ടത് തുരുതുരേ നമ്മുടെ മനസ്സിൽ പൊന്തുന്ന ഈ ചിന്തകളുടെ എണ്ണം കുറയ്ക്കുക. അതിനാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്. ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ അടുത്തടുത്ത രണ്ട് ചിന്തകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ആ ഒരു ഇടവേള നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ആയിരക്കണക്കിന് ചിന്തകൾ പൊന്തി മറയുന്ന ഒരു ഘട്ടത്തിൽ, അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിൽ ചിന്തകളുടെ ഇട നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഒരു റോഡിലൂടെ അനേകം വാഹനങ്ങൾ ഇങ്ങനെ NH-ലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ആ സമയങ്ങളിൽ നമുക്ക് ഒന്നിനു പുറകെ മറ്റൊന്ന്, ഇപ്പോൾ വണ്ടികളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഈ വണ്ടികളുടെ ഇടയ്ക്ക് റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ഈ വണ്ടികൾ ഓടുന്നത്. ഇപ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ തുരുതുരെ നിരനിരയായി വരുന്നത് കൊണ്ട് നമുക്ക് റോഡിനെ കാണാൻ പറ്റാത്തതുപോലെയാണ് ചിന്തകളുടെ മധ്യത്തെ നമുക്ക് കാണാൻ കഴിയാത്തത്. അതിനെന്ത് ചെയ്യണം? വണ്ടികൾ കുറവായിരിക്കുന്ന സമയത്ത്, അവയുടെ എണ്ണം കുറയുമ്പോൾ ഒരു വണ്ടിയുടെയും അതിൻ്റെ പുറകിൽ നിൽക്കുന്ന വണ്ടിയുടെയും ഇടയ്ക്ക് നമുക്ക് റോഡിനെ വ്യക്തമായി കാണാൻ പറ്റും. അതുകൊണ്ട് ചിത്തവൃത്തികളെ ആദ്യം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളുടെ, ചിന്തകളുടെ, മനസ്സിൻ്റെ ചലനങ്ങളുടെ എണ്ണം കുറയ്ക്കുക. എണ്ണം കുറയ്ക്കുമ്പോൾ രണ്ട് ചിന്തകളുടെ ഇടയ്ക്ക് എന്താണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് യോഗം എന്നതുകൊണ്ട് പതഞ്ജലി മഹർഷി ഉദ്ദേശിക്കുന്നത്. യോഗശ്ചിത്തവൃത്തി നിരോധ. എന്തിനാണ് ഈ ചിത്തവൃത്തികളെ നിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ചിത്തവൃത്തികളുടെ എണ്ണം കുറഞ്ഞാലേ ചിന്തകളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ചിത്തവൃത്തികളുടെ ഇടയ്ക്ക് എന്താണുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ചിത്തവൃത്തികളുടെ എണ്ണം കുറയ്ക്കുക തന്നെ വേണം. ദേശാന്തരപ്രാപ്തവും, ഒരു ദേശത്തിൽ നിന്ന് വേറൊരു ദേശത്തിലേക്ക് ക്ഷണനേരം കൊണ്ട് മനസ്സ് ചെന്നെത്തും. അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത സെക്കൻഡിൽ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് ഇന്ത്യയിൽ നിന്ന് വിട്ട് അമേരിക്കയിൽ എത്തുകയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ അമേരിക്കയിൽ എത്തുന്നതിനെയാണ് അമേരിക്കയെ ചിന്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ അമേരിക്കയിലാണ്. ഇപ്പം നിങ്ങൾ വീട്ടിലെ കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം ഇവിടെ യോഗവാസിഷ്ടം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അല്ല, ഞാൻ വീടിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലേ ചെയ്തത്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ എത്തുക എന്നാണ് അർത്ഥം. ഇങ്ങനെ മനസ്സ് ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മറ്റൊരു ചിന്തയിലേക്ക് കടക്കുമ്പോൾ ഈ രണ്ട് ചിന്തകളുടെയും മധ്യഭാഗത്തിൽ നിങ്ങൾക്ക് ആത്മാവിനെ വ്യക്തമായി കാണാൻ പറ്റും. അതായത് അത് ചിന്താരഹിതമായ ഒരു തലമാണ് എന്നർത്ഥം. ചിന്തകൾ
തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൽ ആത്മാവിനെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ അത് അസംഭാവ്യമാണ് എന്ന് തന്നെ പറയാം. സംവിദോ യദ് വപുർമധ്യേ ചിദ്വ്യോംനോ വിദ്ധി തദ്വപുഃ. ചിദാകാശത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് രണ്ട് ചിന്തകളുടെ മധ്യത്തിലാണ്. ഒരു ചിന്ത ഉദിച്ച് അസ്തമിക്കുന്നതിനിടയ്ക്ക് അടുത്ത ചിന്ത പൊന്തും. അപ്പോൾ ഇതിൻ്റെ ഇടവേളി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അവിടെയാണ് ഈ ആത്മാവിനെ നാം അറിയേണ്ടത്, അവിടെയാണ് അതിനെ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ചിന്തകളിൽ പെട്ടു നിൽക്കുന്നവർക്ക് ഈ ആത്മതത്വത്തെ അറിയാൻ സാധ്യമല്ല. ജഗച്ഛൂന്യസ്യ ചിദ്വ്യോംനഃ യദ്രൂപം തത് പ്രാഗ് ബഹുശോ ദൃഷ്ടാന്തേന അനുഭാവിതം സ്മാരയതി. ജഗത്തിൻ്റെ കണിക പോലുമില്ലാത്ത ചിദാകാശം അല്ലെങ്കിൽ ചിത്ത് അതെന്താണെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാമ. ഇതേ ശ്ലോകം തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ആ ശ്ലോകത്തെ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ദേശാന്തര പ്രാപ്തവും. സിദ്ധന്മാർ പാടിയ ഒരു പാട്ടുണ്ട്, സിദ്ധഗീതം. ആ സിദ്ധഗീതത്തിൽ സിദ്ധന്മാരുടെ പാടുന്ന ആ പാട്ടിലെ ഒരു ഭാഗം ഇതാണ്. അവരുടെ പാട്ടിൽ ഈ ശ്ലോകം നേരത്തെ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ വീണ്ടും അതിനെ തന്നെ വസിഷ്ഠ മഹർഷി ഇവിടെ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്തിനെ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, ഇത് ചിന്തകളുടെ ഇടവെളിയാണ് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഇടവെളിയിൽ ചിന്തയില്ല. അത് ചിന്താരഹിതമായ തലമാണ്. അവിടെയാണ് ഈ ആത്മാവിനെ കണ്ടെത്താൻ കഴിയുക. ഈ കാര്യം പല ഉദാഹരണങ്ങളിലൂടെയും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വസിഷ്ഠ മഹർഷി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സസ്വഭാവോ ഹി സർവേഷാം അർത്ഥാനാം തേ ച തന്മയാഃ താദൃശാസ്തന്നഭോ രൂപാസ്തേന വിശ്വമതോ നഭഃ. സസ്വഭാവോ ഹി സർവേഷാം. എന്തിനെയെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ജീവന്മാരുടെ പൊതുവായ സ്വഭാവം. അവർക്ക് ചിന്തകളെ വിട്ടിട്ട് നിൽക്കാൻ കഴിയില്ല. ഒന്നിനെയും ചിന്തിക്കാതെ നിങ്ങൾ ഒരു 10 സെക്കൻഡ് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. 10 സെക്കൻഡ് പോട്ടെ, 5 സെക്കൻഡ്, അതും വേണ്ട, 3 സെക്കൻഡ്. ഒന്നിനെയും ചിന്തിക്കരുത്, മിണ്ടാതിരിക്കണം, ഉള്ളിൽ ഒരു ചലനവും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ നിശ്ചലമായി ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനിപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്നു എന്ന ചിന്ത പൊന്തും. അതും പാടില്ല. ഞാനൊന്നും ചിന്തിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു ചിന്തയാണ്. ആ ചിന്തയും ഒഴിവാക്കപ്പെടണം. ഒന്നിനെയും ചിന്തിക്കരുത്. ചിന്തിക്കുന്നു എന്നോ ചിന്തിക്കാതിരിക്കുന്നു എന്നോ വസ്തുക്കളെയോ വ്യക്തികളെയോ ബ്രഹ്മത്തെ പോലും ചിന്തിക്കരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് ബ്രഹ്മത്തെ കിട്ടുക. അല്ല, വിചാരം ചെയ്യണം, തത്വവിചാരം ചെയ്യണം. അതെ, അത് ആദ്യഘട്ടം. ചിന്തിച്ച് ചിന്തകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലത്തെത്തണം. അതാണ് ഒഴിവിൽ ഒടുക്കം. ഒഴിവിലൊടുക്കം എന്നൊരു കൃതിയുണ്ട് തമിഴിൽ, നമ്മൾ വായിച്ചതാണ്. ആ ഒഴിവ് എന്ന് പറഞ്ഞാൽ ശൂന്യത എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെ ഒഴിഞ്ഞു മാറിയ തലം. അതിൽ ഒടുങ്ങണം നമ്മുടെ ജീവഭാവം. ആ ചിത് തത്വത്തിൽ ഒടുങ്ങുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുക. അപ്പോൾ ഒന്നിനെയും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ദൗർബല്യം. അതൊരു ദൗർബല്യമാണ്. മന്ത്രം ജപിക്കണം. എന്തിന്? ഇതാരും ചിന്തിക്കുന്നില്ല. മന്ത്രം ജീവിത അവസാനം വരെ മന്ത്രം ജപിക്കണം. അത് ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ രാമനാമമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാമമോ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. അല്ല, ജപിച്ച് അവസാനം എന്താണ് നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ആരും പറഞ്ഞു തന്നിട്ടില്ല. ജപിക്കാൻ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതാണ് കുഴപ്പം. നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ജപത്തിൻ്റെ ലക്ഷ്യമെന്ത്? അത് മനസ്സിലാക്കിയിട്ട് വേണം ജപിക്കാൻ ആരംഭിക്കേണ്ടത്.
മന്ത്രജപം തുടങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രജപം എന്തിന്, ഇതുകൊണ്ട് ഞാൻ നേടാൻ ഉദ്ദേശിക്കുന്നത് എന്ത്, ഏത് ലക്ഷ്യത്തെ പ്രാപിക്കാനാണ് ഞാൻ ഈ മന്ത്രം ജപിക്കേണ്ടത്, അത് മനസ്സിലാക്കാതെ മന്ത്രം ജപിച്ച് തള്ളുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവസാനം ജപിച്ച് മന്ത്രജപം കടുത്ത വാസനയായി മാറും. മന്ത്രം ജപിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷം വരും. നിങ്ങൾ മന്ത്രജപം എന്ന വാസനയുടെ അടിമയായി മാറും. നിങ്ങൾ എന്നാണ് വാസനയിൽ നിന്ന് മുക്തരാകാൻ പോകുന്നത്? വാസനാ നാശം നേടാനാണ് മന്ത്രജപം. അപ്പൊ ആ ലക്ഷ്യം മനസ്സിലാക്കാതെ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അല്ല, മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകുന്നുണ്ടോ? ഈ മന്ത്രമൊക്കെ ജപിക്കുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കരുത്. അവരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ, മറ്റാരും അടുത്തില്ലാത്തപ്പോൾ നിങ്ങൾ മന്ത്രം ഉപാസിക്കും, മന്ത്രം ജപിക്കുന്ന ആളാണല്ലോ. എത്ര കൊല്ലമായി നിങ്ങൾ ജപിക്കുന്നു? നിങ്ങൾ നേടിയതെന്ത്? അല്ല, ഒരു കർമ്മത്തിനൊരു ലക്ഷ്യം വേണ്ടേ? മന്ത്രം ജപിക്കുക, അതാണ് മന്ത്രജപത്തിൻ്റെ ലക്ഷ്യം. ഇത് കൊള്ളാം. ഇവിടെ താൻ എന്തിനാണ് ബസ്സിൽ കയറിയത്? അത് ബസ്സിൽ തന്നെ ഇരിക്കാൻ അല്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങണം, അതിനാണ്. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്നത് ഒരു വാഹനം പോലെയാണ്. അതിനൊരു ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മന്ത്രം ജപിക്കാതെ ഇരിക്കുന്ന ഒരു തലത്തിലെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ മന്ത്രജപം അന്ധമായി പിന്തുടരുന്നവർ, അവർക്ക് അവസാനം എന്നെ കൊണ്ട് ജപിക്കാതിരിക്കാൻ പറ്റില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതായത് ജപിക്കാതിരുന്നു കഴിഞ്ഞാൽ വല്ലാത്ത അസ്വസ്ഥത ഇല്ലാതാക്കാൻ വേണ്ടി മന്ത്രജപം അംഗീകരിച്ച ആളാണ്. ഇപ്പൊ മന്ത്രം ജപിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു പുതിയ അസ്വസ്ഥത അയാളുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. എന്തു പ്രയോജനം? നമ്മുടെ കർമ്മങ്ങളുടെ എല്ലാം ഏക ലക്ഷ്യം കർമ്മരഹിതമായ തലത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. ചെയ്ത് നിങ്ങൾ എവിടെ എത്തും? ഒന്നും ചെയ്യാതിരിക്കും. അതിനാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ? ചെയ്യാതിരുന്നാൽ പോരെ. പക്ഷെ അത് താങ്കളെ കൊണ്ട് പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാതിരിക്കാൻ പറഞ്ഞാൽ, ചുമ്മാതിരിക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറ്റും? പറ്റില്ല. അതുകൊണ്ട് ആ കർമ്മവാസനകളെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പ്രത്യേക ദിശയിൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഈ കർമ്മവാസനകളെയും ചിന്തകളെയും ഒക്കെ ഒരു പ്രത്യേക ചാനലിലൂടെ ഒഴുക്കി വിടുന്നു. ചാനലല്ല, കനാൽ. കനാലിലൂടെ വെള്ളം തിരിച്ചു വിടുന്നത് പോലെ മനസ്സിൻ്റെ ആ ഊർജത്തെ അല്ലെങ്കിൽ വാസനകളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കനാലിലൂടെ അവയെ ഒഴുക്കിക്കളയുന്നതാണ് സകല വൈദിക കർമ്മങ്ങളുടെയും അന്തിമ ലക്ഷ്യം. ജീവിത അവസാനം മുഴുവൻ ചെയ്യാനല്ല. അങ്ങനെയുള്ള ചില വാക്യങ്ങൾ ഈ വേദങ്ങളിൽ കാണുന്നുണ്ട്. അതായത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് വരെ സന്ധ്യാവന്ദനം ചെയ്യണം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് വരെ ഗായത്രി മന്ത്രം ജപിക്കണം, നിങ്ങളുടെ അവസാന ശ്വാസം വരെ തത്വവിചാരം തുടരണം, അവസാനം വരെ ഈ വേദാന്ത പഠനം തുടരണം. ഇങ്ങനെയൊക്കെ പറയുന്നത് അലസത കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ്. ആലസ്യം കാരണം കുറേ കാലമായിട്ട് ചെയ്യുന്ന എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല എന്നൊരു മടുപ്പോ മുഷിപ്പോ തോന്നി നമ്മൾ ഈ സാധനയെ ഉപേക്ഷിക്കരുത് എന്നുള്ളതിന് വേണ്ടിയാണ്. സാധനയെ ഉപേക്ഷിക്കണം എപ്പോഴാണ്? സാധന കൊണ്ട് നേടേണ്ടത് എന്താണോ ആ ലക്ഷ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ സാധനയെ വിടണം. ബാലകൃഷ്ണൻ നായർ സാറ് പറയും, ഒരാൾ ടാക്സി പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു, വേറൊരു സ്ഥലത്ത് പോയി അവിടുന്ന് ഒരു കാറ് പിടിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ആശ ഇറങ്ങുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കാറിൻ്റെ സീറ്റും അതിൻ്റെ അകത്തുള്ള മറ്റ് സംവിധാനങ്ങളും ആ AC-യും ഒക്കെ ആശാന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങില്ല. ടാക്സി ഡ്രൈവർ പറഞ്ഞു, എടാ മനുഷ്യ, ഇതെൻ്റെ വയറ്റിപ്പഴപ്പാണ്, ഇറങ്ങടാ. നീ ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്ക് അടുത്ത സവാരി കിട്ടത്തുള്ളൂ.
ഇറങ്ങ്. അല്ല, തൻ്റെ കാർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി, ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല എന്ന്. അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആ അധ്യാപികയെ ആ കുട്ടിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. 2-ാം ക്ലാസ്സിലേക്ക് പോയ പുതിയ ഒരു അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കും. ഈ അധ്യാപികയോടുള്ള ഇഷ്ടം കൊണ്ട് ആ കുട്ടി 1-ാം ക്ലാസ് പാസ്സായിട്ടും 2-ാം ക്ലാസ്സിലെ ബെഞ്ചിൽ ചെന്നിരിക്കത്തില്ല. അതുപോലെ ആവരുത് സാധകന്മാർ. സാധനയുടെ ലക്ഷ്യമെന്ത്? ജീവിതകാലം മുഴുവൻ ചെയ്യാനല്ല. നല്ലതുപോലെ മനസ്സിലാക്കിയോളൂ. നിങ്ങൾ എന്ത് സാധന വേണമെങ്കിലും പിന്തുടർന്നോളൂ. അത് ജപമോ യോഗാസനമോ മെഡിറ്റേഷനോ തത്വവിചാരം പോലും തത്വ സാക്ഷാത്കാരത്തിന് ശേഷം വിട്ടേക്കോ. എന്തിന്? തത്വവിചാരം എന്തിനാ ചെയ്യേണ്ടത്? തത്വത്തെ സാക്ഷാത്കരിക്കാൻ. ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ സർവം ബ്രഹ്മമയം, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, എല്ലാം ബ്രഹ്മമയം. കാര്യം പിടികിട്ടിയല്ലോ. പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിന് ഈ ചിന്ത? എന്തിന് മനസ്സിനെ വീണ്ടും ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മൾ ചലിപ്പിക്കണം? നിശ്ചലത നേടുകയാണ് നമ്മുടെ ലക്ഷ്യം. നിശ്ചലമായ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ പിന്നെ നമ്മളായിട്ട് ചലനത്തെ ഇളക്കി വിടരുത്. നിശ്ചലമായ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അതിൽ തന്നെ നിരന്തരം തങ്ങി നിൽക്കാൻ ശ്രമിക്കണം. അല്ല, എനിക്ക് ജപിക്കണ്ടേ? ജപമാണോ ശ്രേഷ്ഠം, നിശ്ചലതയോ? തീർച്ചയായും നിശ്ചലതയാണ്. മനസ്സിന്റെ സങ്കല്പരഹിതമായ സ്ഥിതി, അതിനേക്കാളും ഉയർന്ന മറ്റൊന്നുമില്ല. അത് നേടാനാണ് ഈ മന്ത്രജപം. പക്ഷേ മന്ത്രം ജപിച്ച് 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 അതിലൊരു വല്ലാത്ത സംഘം ഉണ്ടായി. എനിക്ക് മന്ത്രം ജപിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നു. ഞാൻ എന്തോ പാപം ചെയ്യുന്നു. ഗായത്രി മന്ത്രം ജീവിത അവസാനം വരെ ജപിക്കണം എന്നാണ് വേദങ്ങൾ പോലും പറയുന്നത്. ഞാനിപ്പോൾ ഇതിനെ വിട്ടിട്ട് മനസ്സിന്റെ നിശ്ചലാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? മനസ്സിന്റെ നിശ്ചലാവസ്ഥ നേടാൻ വേണ്ടിയാണ് ഈ മന്ത്രജപങ്ങളൊക്കെ വേദങ്ങൾ വിധിച്ചത്. അത് മനസ്സിലാക്കാതെ മണ്ടനെ പോലെ താൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവസാന ശ്വാസം വരെ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മനസ്സ് നിശ്ചലമാകണം, സ്വസ്ഥമാകണം, ശാന്തി അനുഭവിക്കാൻ പറ്റണം. അതാണ് ലക്ഷ്യം. അപ്പം ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മന്ത്രങ്ങൾ എന്തിന്? അപ്പം ഈ ടാക്സിയിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മതിക്കുന്ന യാത്രക്കാരനെ പോലെയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അങ്ങയുടെ വീടെത്തി ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ ഇറങ്ങത്തില്ല എന്ന്. അപ്പോൾ അയാൾ വീടിന് ചുറ്റും ഒരു 4-5 റൗണ്ട് കാറിൽ ഇങ്ങനെ ഇയാളെയും കൊണ്ട് ചുറ്റി. ലക്ഷ്യമെത്തിയാലും ഇറങ്ങൂല എന്ന് ശഠിക്കുന്നവൻ വിഡ്ഢിയാണ്. എറണാകുളത്തേക്കോ തൃശ്ശൂരിലേക്കോ ഒരു ടിക്കറ്റ് എടുത്തിട്ട് KSRTCയുടെ ബസ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെൻറ്റിലുള്ളവരുമായിട്ട് ഞാൻ വളരെയധികം പരിചയപ്പെട്ടു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. നിങ്ങളെയൊക്കെ വിട്ടു പിരിയാൻ എനിക്ക് മനസ്സില്ല. അല്ല, സാറിന് തൃശ്ശൂരല്ലേ ഇറങ്ങേണ്ടത്? തൃശ്ശൂർ തന്നെ. പക്ഷെ നിങ്ങളെ ഞാൻ എങ്ങനെ വിട്ടുപിരിയും? താൻ ഇവരുമായിട്ട് ചങ്ങാത്തം കൂടിയത് ട്രെയിനിൽ കയറിയതിന് ശേഷമാണ്. തനിക്ക് ചെന്നെത്തേണ്ട സ്ഥലം തൃശ്ശൂരാണ്. ആ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ഇവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഏത് വീട്ടിലേക്കാണോ പോകേണ്ടത് ആ വീട്ടിലേക്ക് പോകണം. അല്ലാതെ ഈ ആൾക്കാർ സഹയാത്രികന്മാരെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വണ്ടിയിൽ തന്നെ ഇരിക്കുകയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ താൻ ഒരിക്കലും ലക്ഷ്യത്തെത്തില്ല. തൃശ്ശൂരും കഴിഞ്ഞ് വണ്ടി പോകും. ഈ യാത്രക്കാർ അവരവരെ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുകയും ചെയ്യും. താൻ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നോക്കിക്കൊണ്ടിരിക്കും. താൻ ഇറങ്ങേണ്ടത് തൃശ്ശൂരായിരുന്നു. ഇവരോടുള്ള സംഘം മമത, സഹയാത്രികരോട് മമത. അത് ഏതുവരെ? നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തുന്നത് വരെ. നമ്മുടെ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോണം. അതുപോലെയാണ് സാധനകൾ. ലക്ഷ്യപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ മനസ്സ് ഒരു പരിധിവരെ സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സകല കർമ്മങ്ങളെയും വിടണം. വൈദികവും ലൗകികവുമായ സകല കർമ്മങ്ങളെയും ഒരു വ്യക്തി ഉപേക്ഷിച്ചിട്ടാണ് വേദാന്ത ശ്രവണത്തിലേക്ക് തിരിയേണ്ടത്. അല്ലാതെ ഇത് സൈഡ് ബിസിനസ്സായിട്ട്
പാർട്ട് ടൈം ജോബായിട്ട് കൊണ്ടു നടക്കേണ്ട ഒന്നല്ല എന്ന് വിചാരിച്ച് നാളെ മുതൽ സാറ് ഡെയിലി അപ്പോൾ 1.5 മണിക്കൂർ ഇവിടെ ക്ലാസ് എടുക്കുമല്ലേ, ഞങ്ങൾ വന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് എന്നെ ആപ്പിലാക്കരുത്. എനിക്ക് വേറെ പണിയുണ്ട്. ഈ ശ്രവണം അത് ആദ്യം ഈ ആത്മതത്വത്തെ നല്ലതുപോലെ കേട്ടതിനെ മനനം ചെയ്യൂ. അവിടെയാണ് നമ്മുടെ പൗരുഷത്തെ പ്രയോഗിക്കേണ്ടത്. കേട്ട് കളയുകയല്ല വേണ്ടത്. കേട്ടതിനെ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നത് മനനത്തിന് സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ദിവസവും പറയുന്നത്. എന്തിനാണ് ഇത് വന്ന് കേൾക്കുന്നത്? തുടരെ കേൾക്കുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്ഥാനം പിടിക്കും. അങ്ങനെ നമ്മുടെ ബോധപൂർവമായ ശ്രമമില്ലാതെ തന്നെ ഈ ആത്മസ്മരണ ഉള്ളിൽ ഉണ്ടാവും. അതിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സമയവും ഏതാണ്ട് അവസാനിച്ചു. അടുത്ത ശനിയും ഞായറും ഓണം പ്രമാണിച്ച് നമ്മുടെ യോഗവാസിഷ്ടം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിൻ്റെ അടുത്ത ശനിയാഴ്ച ഇനി നമുക്ക് കാണാം.